ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. സ്വഹാബികളെ, ഉഹദ് മലയോളം വരുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പിൻഗാമികൾ ചെയ്താൽ പോലും നിങ്ങൾ ചെയ്ത ഒരു ഒരു മുദ്ദിനോളം അത് എത്തുകയില്ല കേട്ടോ എന്ന് ഹബീബിന്റെ സ്വഹാബികളെ സംബന്ധിച്ച് അവരെ അല്ലാഹു തെരഞ്ഞെടുത്തവർ, ഹബീബിന്റെ കൂടെ നിർത്തിയവർ. അങ്ങനത്തെ ഒരു തലമുറ ലോകത്തതിന്റെ മുമ്പും വന്നിട്ടില്ല, ശേഷവും വന്നിട്ടില്ല. 1,24,000 സ്വഹാബിമാർ. ആ എണ്ണമാണ് ആദം നബി മുതൽ ഉമ്മി നബി വരെയുള്ള പ്രവാചകന്മാരുടെ എണ്ണം. 1,24,000. അത്ര തന്നെ സ്വഹാബിമാർ ഹബീബായ നബി തങ്ങൾക്ക് 23 വർഷങ്ങൾ കൊണ്ട് അല്ലാഹു നൽകിയില്ലയോ? അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. كأن الثريا علقت في جبينه وفي جيده الشعراء في وجهه القمر عليه جلال المجد لو أن وجهه أضاء بليل هلل البدر والحضر. പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്ന പോലെയുള്ള മുഖം. والله رأيته في ليلة مقمرة وهو في حلة حمراء. ചമന്ന ഒരു വസ്ത്രം ധരിച്ച് ഹബീബായ നബി തങ്ങൾ അന്ന് രാത്രിയിൽ പൂർണ്ണചന്ദ്രൻ നിലാവുദിച്ച രാവിലെ ഹബീബായ തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സ്വഹാബിമാർ. ചന്ദ്രനിലേക്ക് ഞാൻ നോക്കും, ബദറിലേക്ക് പൂർണ്ണചന്ദ്രന്റെ മുഖത്തേക്ക്, റസൂലുള്ളാഹിന്റെ മുഖത്തേക്കും ഞാൻ നോക്കും. അല്ലാഹുവേ തന്നെയാണ് സത്യം. പൂർണ്ണചന്ദ്രനെക്കാളും 14 രാവിലെ നിലാവുടെയെക്കാളും എന്റെ ഹബീബിന്റെ മുഖത്താണ് ഒളിയുള്ളത് എന്ന് നമ്മുടെ നേതാവാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഊരിപ്പിടിച്ച വാളെന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. അതാരാ? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എത്രയോ യുദ്ധങ്ങളിൽ ധീരതയോടെ ഇടപെട്ട സ്വഹാബിയാണ്. പക്ഷേ വഫാത്തായത് സാധാരണ ഒരു മരണം. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനുണ്ട്, അബ്ദ എന്ന് പറയുന്ന മോള്. മോളെ പേരാണ് അബ്ദ ബിൻത് ഖാലിദ്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് അബ്ദ ബീവി. പറയുകയാണ്, മകാന ഖാലിദുൻ യഹ്വി ഇലാ ഫിറാശ്. എന്റെ ഉപ്പയായ ഖാലിദ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങാൻ വരുമ്പോൾ ഇല്ലാ വഹുവ യദ്കുറു ശൗഖഹു ഇലാ റസൂലില്ലാഹ്. ഞാൻ കിടക്കുമ്പോ നമ്മൾ ശരിക്കില്ലേ മരുന്ന് കുടിച്ചോ, ഗുളിക കഴിച്ചോ, അരിഷ്ടം കുടിച്ചോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിച്ചോ. അത് കഴിഞ്ഞാൽ ഒരു ചോദ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഖാലിദ് എന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നബിയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, പുണ്യനബിയെ ഞാൻ എപ്പോഴാണോ കാണാൻ പോകുന്നതാവോ, എന്നാണോ എന്റെ റൂഹ് അല്ലാഹു പിടിക്കുന്നത്, എനിക്ക് ഹബീബിനെ കാണണമായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ റൂഹ് കൊണ്ട് കാണാനുള്ള അവസരം അല്ലാഹു നൽകും എന്ന് സ്വഹാബിമാർ മുഴുവൻ വിശ്വസിച്ചു. നമ്മൾ മനസ്സിലാക്കണം, മരിച്ചു കഴിഞ്ഞാൽ തീർന്നു എന്നല്ല നമ്മുടെ വിശ്വാസം. മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ നിയന്ത്രണങ്ങൾ എടുത്തമർത്തപ്പെടുകയാണ്. കാണാത്ത ലോകമല്ലാഹു കാണിക്കുന്ന ഒരു രംഗമാണ്. ശരീരത്തിന്റെ ബന്ധനത്തിൽ നിന്ന് റൂഹ് കൊണ്ട് മോചിതമായാൽ മകാന ഖാലിദുൻ യഗ്വി ഇലാ ഫിറാശ് ഇല്ലാ വയദ്കുറു ശൗഖഹു ഇലാ റസൂലില്ലാഹ്.
وإلى أصحابه